ഓം നമഃശിവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. യുദ്ധക്കളത്തിലെ ഹനുമാൻ. ഇതാണ് കഥ. വാനരസേന നളനെ മുൻനിർത്തി സേതു നിർമ്മിച്ചത് നാം കണ്ടു. ആ സേതുവിൽ കൂടി ശ്രീരാമലക്ഷ്മണന്മാർ വാനരസേനയോട് കൂടി ലങ്കയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഹനുമാനും അങ്കദനും വാനരസേനയുടെ നേതാക്കളായിരുന്നു. യുദ്ധമര്യാദയനുസരിച്ച് ശ്രീരാമൻ അങ്കദനെ സമാധാന ദൗത്യവുമായി രാവണ സന്നിധിയിലേക്ക് അയച്ചു. പക്ഷേ ദൗത്യം വിജയിച്ചില്ല. അതുകൊണ്ട് യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ രണ്ട് വിഭാഗക്കാരും തുടങ്ങി. യുദ്ധം തുടങ്ങി രാവണൻ വധം കഴിയും വരെ ഹനുമാന് ധാരാളം പണിയുണ്ടായിരുന്നു. തേരിലിരുന്ന് യുദ്ധം ചെയ്യുന്നവരെ എതിരിടാൻ ശ്രീരാമന ലക്ഷ്മണന്മാർക്ക് തൻ്റെ തോൾ രഥമാക്കി അവരെ അതിലിരുത്തി യുദ്ധം ചെയ്യിക്കുമായിരുന്നു ഹനുമാൻ. മറ്റു വാനരന്മാർ ക്ഷീണിതരും അവശരുമാകുമ്പോൾ അവിടെ എത്തും. ഹനുമാൻ അവരുടെ രക്ഷയ്ക്ക്. ശക്തരായ വാനരന്മാരും രാക്ഷസന്മാരും തമ്മിലുള്ള യുദ്ധം പലതും നടന്നു. അവയുടെ ഭീകരത വളരെയധികമായിരുന്നു. ധ്രുവമാർഷൻ എന്ന രാക്ഷസനും ഹനുമാനും തമ്മിലുള്ള യുദ്ധം വിവരിക്കാൻ പറ്റാത്തതാണ്. യുദ്ധത്തിനൊടുവിൽ ഹനുമാൻ പ്രഹരമേറ്റ് ധ്രുവമാർഷൻ മരണമടഞ്ഞു. ഹനുമാൻ്റെ പ്രഹരമേൽക്കുന്ന വ്യക്തി പിന്നെ എഴുന്നേൽക്കാറില്ല. അത്ര ശക്തിയാണ് ഹനുമാന്. സുഗ്രീവൻ്റെ സേനാപതി നീലൻ രാവണൻ്റെ മന്ത്രി പ്രഹസ്തനെ ധ്രുവമാർഷൻ്റെ പിറകെ അയച്ചു. പ്രഹസ്തൻ്റെ മരണം രാവണനെ ദുഃഖിതനാക്കി. ഇന്ന് താൻ നേരിട്ട് യുദ്ധം ചെയ്ത് ലക്ഷ്മണാദികളെ വാനരസേനകളെ എല്ലാവരെയും നശിപ്പിക്കുന്നതാണ് എന്ന തീരുമാനത്തോടെ യുദ്ധരംഗത്തെത്തി. എതിരെ വന്ന ഹനുമാനുമായി യുദ്ധം ചെയ്തു. ക്ഷീണിച്ചിരിക്കെ നീലൻ രാവണനുമായി യുദ്ധത്തിനെത്തി. നീലൻ്റെ മുഷ്ടിപ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ആഗ്നേയാസ്ത്രം നീലനെതിരെ പ്രയോഗിച്ച രാവണൻ മുന്നോട്ട് പാഞ്ഞു. അപ്പോൾ രാവണന് മാർഗതടസ്സമായി യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ലക്ഷ്മണനെ കണ്ടു. ലക്ഷ്മണനെ പോരിനെ വിളിച്ചു രാവണൻ. രണ്ടുപേരും തമ്മിൽ നല്ല യുദ്ധം നടന്നു. യുദ്ധം കുറേ നേരം നീണ്ടു നിന്നപ്പോൾ രാവണൻ പ്രതിവിധിയില്ലാത്ത ആയുധമായ ശക്തി എന്ന വേൽ ഉപയോഗിച്ചു. ശക്തി എന്ന ആയുധത്തിൻ്റെ പ്രഹരമേറ്റ് ലക്ഷ്മണൻ യുദ്ധഭൂമിയിൽ വീണ കിടക്കുന്ന ലക്ഷ്മണനെ പൊക്കിയെടുത്തു കൊണ്ടുപോകുവാനായി രാവണൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. ലക്ഷ്മണനെ പൊക്കിയെടുക്കുവാനുള്ള ശ്രമം നടത്തി. എന്നാൽ അമാനുഷിക ശക്തിയുള്ള രാവണന് ലക്ഷ്മണനെ ഒന്നനക്കുവാൻ പോലും പറ്റിയില്ല. രാവണൻ്റെ ശ്രമം കണ്ടുവന്ന ഹനുമാന് രാവണന് നേർക്ക് പാഞ്ഞു ചെന്ന് ഒരു ഇടി കൊടുത്തു. രാവണൻ കിടക്കുന്ന ഭൂമിയിൽ. അടുത്ത ഇടി കൊണ്ട് 10 മുഖങ്ങളിൽ നിന്നും ചോരയൊലിപ്പിച്ച് രാവണൻ നിർജീവനായി തേരിൽ കയറിയിരുന്നു. ഹനുമാൻ്റെ ഇടിയുടെ കാഠിന്യം പ്രവചിക്കാൻ പറ്റാത്തതാണ്. ഇതെല്ലാം കണ്ട് ആകാശത്ത് നിരന്നു നിന്നിരുന്ന ദേവന്മാർ സന്തോഷിച്ചു. ഹനുമാന് പുഷ്പവൃഷ്ടി നടത്തി. ഹനുമാനോ ഒരു പൂവിനെ എടുക്കും പോലെ ലക്ഷ്മണനെ എടുത്ത് ശ്രീരാമൻ്റെ മുന്നിലെത്തിച്ചു. അതാണ് ഹനുമാൻ്റെ ശക്തി. ഇന്ദ്രജിത്തും ലക്ഷ്മണനും നേർക്കുനേർ യുദ്ധം ചെയ്തു. ഇന്ദ്രനെ ജയിച്ചവനാണെങ്കിലും ലക്ഷ്മണനെ തോൽപ്പിക്കുവാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രജിത്ത് മായായുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു. അതിനായി അന്തരീക്ഷത്തിൽ മറഞ്ഞു നിന്നു. മായായുദ്ധത്തിന് അസുരന്മാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അദൃശ്യനായി നിന്ന് നാഗാസ്ത്രങ്ങൾ തൊടുത്തുവിട്ടു. രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും അസ്ത്രമില്ലാത്തവരാക്കി. ശത്രുക്കൾ, പ്രത്യേകിച്ചും ശ്രീരാമനും ലക്ഷ്മണനും കൊല്ലപ്പെട്ടു എന്ന വിശ്വാസത്തോടെ ഇന്ദ്രജിത്തും യുദ്ധം വിട്ട് രാവണ സന്നിധിയിലെത്തി ആ സന്തോഷ വാർത്ത അറിയിച്ചു. രാവണനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കാരണം തൻ്റെ എല്ലാ തടസ്സങ്ങളും നീങ്ങിയല്ലോ. രാമലക്ഷ്മണന്മാരുടെ ചേതനയേറ്റ ശരീരം രാവണൻ്റെ കൽപ്പന പ്രകാരം രാക്ഷസികൾ സീതയെ കാണിച്ചു കൊടുത്തു. സീത അപ്പോഴത്തെ അവസ്ഥ വിവരിക്കാൻ പറ്റാത്തതാണ് സീതയ്ക്കുണ്ടായത്. എന്നാൽ സീതയിൽ സഹതാപമുള്ള ത്രിജട എന്ന രാക്ഷസി ഇത് സത്യമല്ലെന്ന് താൽക്കാലികമായ ഒരു അബോധാവസ്ഥയാണെന്നും സീതയെ ആശ്വസിപ്പിച്ചു പറഞ്ഞ്. ഈ സമയം വൈദ്യൻ സുഷേണൻ മൃതസഞ്ജീവനി കൊണ്ടുവരുവാൻ ഹനുമാനോട് പറഞ്ഞു. തീരും മുമ്പ് ഗരുഡൻ്റെ ചിറകടി ശബ്ദങ്ങളാൽ അവിടം ശബ്ദമയമായി.
ഗരുഡൻ നാഗങ്ങളുടെ ശത്രുവാണ്. ഗരുഡൻ വന്നതും നാഗാസ്ത്രങ്ങൾ നിർവീര്യങ്ങളായി. ശ്രീരാമലക്ഷ്മണന്മാരും വാനരന്മാരും എല്ലാ അവശതകളും തീർന്ന് ഉന്മേഷവാന്മാരായി. വിഷ്ണുവാഹനമായ ഗരുഡൻ ശ്രീരാമനെ നമസ്കരിച്ച് പറന്നുപോയി. ഗരുഡൻ പ്രത്യക്ഷനായതുകൊണ്ട് ഹനുമാൻ മൃതസഞ്ജീവനി തേടി പോകേണ്ടി വന്നില്ല. മൃതസഞ്ജീവനി കൊണ്ടുവരേണ്ട മറ്റൊരു സന്ദർഭവും യുദ്ധക്കളത്തിൽ ഹനുമാനുണ്ടായി. ശക്തി എന്ന ആയുധം കൊണ്ട് ലക്ഷ്മണനെ മുറിവേൽപ്പിച്ച രാവണനെ ശ്രീരാമൻ നേരിട്ടു. ഇരുവരും തമ്മിൽ ആരംഭിച്ച യുദ്ധം എത്ര നേരം നീണ്ടുനിന്നു എന്ന് പറയുക വയ്യ. ശ്രീരാമൻ ഒരു ദിവ്യാസ്ത്രം രാവണൻ്റെ നേർക്കയച്ചു. അതിനെ എതിരിടാൻ ശ്രമിച്ച രാവണൻ്റെ വില്ലും കിരീടവും എല്ലാം നിലംപതിച്ചു. ചുരുക്കത്തിൽ രാവണൻ നിരായുധനായി. നിരായുധനായ ഒരാളോട് യുദ്ധം ചെയ്യുന്നത് ശരിയല്ല. ശ്രീരാമൻ പറഞ്ഞു, ആയുധങ്ങളുമായി വാ, അപ്പോൾ വീണ്ടും നിനക്കെൻ്റെ ശക്തി കാട്ടിത്തരാം. ലജ്ജിതനായ രാവണൻ യുദ്ധക്കളം വിട്ടിറങ്ങി. രാമനോട് തോറ്റതിൽ സങ്കടമുണ്ടെങ്കിലും തോറ്റു പിന്മാറാൻ ദശാനനൻ ഒരുക്കമല്ലായിരുന്നു. സുഖനിദ്രയിൽ കഴിയുന്ന കുംഭകർണനെ വിളിച്ചുണർത്തി രാമനുമായി യുദ്ധത്തിനയച്ചു. കുംഭകർണനെ രാമൻ വധിച്ചു. ഇതറിഞ്ഞ രാവണൻ ദുഃഖിതനും നിരാശനുമായി. ലങ്കാധിപതി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ രാവണൻ്റെ മൂത്തപുത്രനായ ഇന്ദ്രജിത്ത് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനൊരുങ്ങി. താൻ രാമലക്ഷ്മണന്മാരെ കാലപുരുക്കി അയക്കും. രാവണനെ ആശ്വസിപ്പിച്ച ഇന്ദ്രജിത്ത് രാക്ഷസ സൈന്യത്തോടു കൂടി പടക്കളത്തിലെത്തി. തൻ്റെ സ്വർണ്ണരഥത്തിലിരുന്നും അദൃശ്യനായി അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ശരവർഷം പെയ്യിച്ചു. അനേകം വാനരന്മാർ കൊല്ലപ്പെട്ടു. വളരെ പേർക്ക് മുറിവുകളുണ്ടായി. എന്ത് ചെയ്യണമെന്നറിയാതെ രാമലക്ഷ്മണന്മാർ ചിന്താകുലരായി. ഒടുവിൽ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് രാമലക്ഷ്മണന്മാരെയും ഹനുമാൻ, സുഗ്രീവൻ, അംഗദൻ, ജാമ്പവാൻ തുടങ്ങിയ വാനര പ്രമുഖരെയും ബോധരഹിതരാക്കിയിട്ട് രാവണപുരിയിലേക്ക് മടങ്ങിപ്പോയി. രാവണനോട് വിവരങ്ങൾ പറഞ്ഞ് വിവരമറിഞ്ഞ രാവണൻ വീണ് കിടക്കുന്നവരെ അടുത്ത പ്രഭാതത്തിൽ തന്നെ സമുദ്രത്തിലെറിയണമെന്ന് നിർദ്ദേശിച്ചു. രാമലക്ഷ്മണന്മാരും വാനരന്മാരും ചലനമറ്റു കിടക്കുന്നത് കണ്ട വിഭീഷണൻ അസ്ത്രപ്രജ്ഞനായി നിലകൊണ്ടു. യുദ്ധക്കളത്തിൽ നിന്ന് നടന്നു നീങ്ങിയ വിഭീഷണൻ ഹനുമാനെ കണ്ടെത്തി. ഹനുമാന് ബോധം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുന്ന ഹനുമാനെ കണ്ട് താങ്കളുടെ ബോധം തെളിഞ്ഞോ എന്ന ചോദ്യത്തോടെ ഹനുമാൻ്റെ ശരീരത്തിൽ തറച്ചിരുന്ന അസ്ത്രങ്ങൾ വിഭീഷണൻ നീക്കിക്കൊടുത്തു. സ്വതന്ത്രനായ മാരുതി രാമോച്ചരണത്തോടെ എഴുന്നേറ്റു. ശ്രീരാമൻ അബോധാവസ്ഥയിലാണെന്നറിഞ്ഞ മാരുതി വിഭീഷണനോടൊപ്പം ജാമ്പവാനെ തിരക്കി നടന്നു. ജാമ്പവാന് മാത്രമേ വീണ് കിടക്കുന്നവരെ രക്ഷിക്കുവാനുള്ള മാർഗം നിർദ്ദേശിക്കാൻ കഴിയൂ എന്നവർക്കറിയാമായിരുന്നു. അവർ എഴുന്നേൽക്കാൻ ശക്തിയില്ലാതെ കിടക്കുന്ന ജാമ്പവാനെ കണ്ടു. അദ്ദേഹം വിഭീഷണനെ തിരിച്ചറിഞ്ഞു. ജാമ്പവാൻ വിഭീഷണനോട് ചോദിച്ചത് ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. വിഭീഷണന് അത്ഭുതമായി. രാമലക്ഷ്മണന്മാരെ കുറിച്ചൊന്നും തിരക്കാതെ എന്തേ ഹനുമാൻ എന്നായി വിഭീഷണൻ. മാരുതി ജീവനോടെ ഉണ്ടെങ്കിൽ ആർക്കും സങ്കടപ്പെടേണ്ടി വരില്ല. സങ്കടമോചകനല്ലേ ഹനുമാൻ? ജാമ്പവാൻ്റെ വാക്കുകൾ കേട്ട മാരുതി ഞാൻ മരിച്ചിട്ടില്ല എന്നറിയിക്കുവാനായി ജാമ്പവാൻ്റെ കാൽക്കൽ വീണു വണങ്ങി. ജാമ്പവാൻ മാരുതിയോട് പറഞ്ഞു, മേഘനാഥൻ്റെ അസ്ത്രങ്ങളേറ്റ് ബോധമറ്റ രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും ജീവിപ്പിക്കാനായി കൈലാസത്തിലുള്ള ഋഷഭാദ്രിയിലേക്ക് പോകണം. അവിടെ നിന്നും മൃതസഞ്ജീവനി കൊണ്ടുവരണം. പർവ്വതങ്ങളും കാടും മേടും നദികളും ഒക്കെ കടന്ന് വേണം അവിടെ എത്തുവാൻ. അത് നീ വിചാരിച്ചാലേ നടക്കൂ. മാരുതനന്ദന, നീ വൈകാതെ പോയി മരുന്നുകൾ കൊണ്ടുവരിക. ജാമ്പവാൻ്റെ നിർദ്ദേശാനുസരണം രാമപാദങ്ങൾ വണങ്ങി ഹനുമാൻ യാത്രയായി. മേരുപർവ്വതവും നീലഗിരിയും കടന്ന് സഞ്ജീവനി പർവ്വത പരിസരത്തെത്തി. അവിടെ ദിവ്യ ഔഷധങ്ങൾ വളർന്നു നിൽക്കുന്നത് കണ്ടു. അവയെ സംരക്ഷിച്ച് സുദർശനവും ഉണ്ടായിരുന്നു. ഹനുമാൻ പർവ്വതത്തിൽ കാൽ കുത്തിയതും ഔഷധി രക്ഷകരായ ദേവന്മാർ അടുത്തുകൂടി. നീയാര്, എന്തിനിവിടെ വന്നോ എന്നിങ്ങനെ മാരുതിയെ ചോദ്യം ചെയ്തു. ദേവന്മാരെ വന്ദിച്ച് മാരുതി സകല വിവരങ്ങളും
പറഞ്ഞു കേൾപ്പിച്ചു. ഔഷധശേഖരണത്തിന് ദേവന്മാർ അനുമതിയും നൽകി. ജാമ്പവാൻ പറഞ്ഞതുപോലെ സുദർശന പൂജ നടത്തി ഹനുമാൻ ഔഷധങ്ങൾ തിരഞ്ഞു തുടങ്ങി. എന്നാൽ ഒരു ചെടി പോലും ഹനുമാൻ്റെ കണ്ണിൽപ്പെട്ടില്ല. അപ്പോഴാണ് ധന്വന്തരി പൂജയുടെ കാര്യം ഓർത്തത്. ജാമ്പവൻ അത് പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. താൻ ധന്വന്തരി പൂജ ചെയ്തില്ലല്ലോ എന്ന് ഹനുമാൻ ഓർത്തു. ഇനിയും സമയം കളയാനില്ല. മാരുതി പർവ്വതത്തെ തന്നെ പറിച്ചെടുത്ത് കൈതലത്തിൽ പിടിച്ച് ലങ്കയിലേക്ക് പറന്നു. ഹനുമാൻ ഭൂമിയിലിറങ്ങി. എന്നാൽ പർവ്വതം താഴെ നിൽക്കുവാൻ വിസമ്മതിച്ചു. രാക്ഷസ നഗരിയായ ലങ്ക അശുദ്ധമാണ്. അതുകൊണ്ട് ഔഷധി പർവ്വതം താഴെ നിലയ്ക്കാതെ അന്തരീക്ഷത്തിൽ തന്നെ നിലകൊണ്ടു. എന്നാൽ ഔഷധച്ചെടികളിൽ നിന്നുള്ള കാറ്റ് തട്ടിയപ്പോൾ തന്നെ ബോധം നശിച്ച് മൃതപ്രായമായിരുന്ന എല്ലാവരും ആരോഗ്യവാന്മാരായി എണീറ്റു. ഹനുമാൻ്റെ ജോലി അവിടം കൊണ്ടും തീർന്നില്ല. ഔഷധി പർവ്വതത്തെയും എത്രയും വേഗം എടുത്തെടുത്ത് തന്നെ കൊണ്ടുവയ്ക്കണമെന്നായി ജാമ്പവാൻ. എന്തെന്ന് വെച്ചാൽ ഈ മല അന്തരീക്ഷത്തിൽ അങ്ങനെ സ്ഥിതി ചെയ്താൽ രാക്ഷസ നിഗ്രഹത്തിന് തടസ്സമാവും. എന്തു ചെയ്യും? പാവം ഹനുമാൻ ഔഷധി മലയെ കൊണ്ടുവന്ന പോലെ കൈതലത്തിൽ താങ്ങി പൂർവ്വസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഹനുമാൻ തിരികെ യുദ്ധക്കളത്തിൽ തിരിച്ചെത്തി. ഹനുമാൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലൊരു ശ്രേഷ്ഠ കഥാപാത്രത്തെ നമുക്കിവിടെ കണ്ടെത്താൻ കഴിയില്ലല്ലോ. ഹനുമാൻ്റെ ശക്തി വർണ്ണിക്കുന്നതിനും അപ്പുറമാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം നമഃ ശിവായ.